നമസ്കാരം. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ലക്ഷക്കണക്കിന് വരുന്ന വീട്ടമ്മമാരെ നേരിട്ട് ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ സമയത്ത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെയും അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകളുടെയും ഒക്കെ തന്നെ ആനുകൂല്യങ്ങളൊക്കെ വിതരണം ചെയ്തു വരികയാണ്. ഒരു വലിയ വിഭാഗം ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ തുക നേരിട്ട് ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഈ പെൻഷൻ വിതരണത്തോടൊപ്പം തന്നെ സാധാരണക്കാർ വളരെയേറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആനുകൂല്യം കൂടി ഉണ്ടായിരുന്നു. വീട്ടമ്മമാർക്കായിട്ട് പ്രതിമാസം 1000 രൂപ വീതം നൽകാൻ നിശ്ചയിച്ചിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ തുകയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൃത്യമായി അക്കൗണ്ടുകളിൽ വന്നിട്ടും ഈ ഒരു പദ്ധതിയുടെ തുക മാത്രം ഇതുവരെയായിട്ടും ആരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ പെൻഷൻ തുക ലഭിച്ചവരും ലഭിക്കാത്തവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ പദ്ധതിക്ക് എന്താണ് സംഭവിച്ചതെന്നതിനെക്കുറിച്ചൊക്കെ തന്നെ നിരന്തരം അന്വേഷണങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ട്. ഒരുപാട് ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ തന്നെ ചോദിക്കുകയുണ്ടായി, ഈ പദ്ധതി നിർത്തലാക്കിയോ എന്നൊക്കെ. സംസ്ഥാനത്തെ സ്ത്രീകളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനായിട്ട് കൊണ്ടുവന്ന ഈ പദ്ധതിയിലേക്ക് വളരെ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമാണ് ഉണ്ടായതെന്ന കാര്യം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഏതാണ്ട് 18 ലക്ഷത്തിനടുത്ത് വരുന്ന വീട്ടമ്മമാരാണ് ഈ ഒരു വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യത്തിനായിട്ട് സംസ്ഥാനത്തൊട്ടാകെ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കൃത്യമായിട്ടുള്ള പരിശോധനകൾക്ക് ശേഷം അർഹരാണെന്ന് കണ്ടെത്തി ഉദ്യോഗസ്ഥർ അപ്രൂവൽ നൽകിയ ഗുണഭോക്താക്കളുടെ എണ്ണം മാത്രം 16 ലക്ഷത്തിനടുത്താണ്. സാധാരണ മാനദണ്ഡങ്ങളൊക്കെ തന്നെ അനുസരിച്ച് എല്ലാ മാസവും 25-ാം തീയതിയോടെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തേണ്ട തുകയാണിത്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ മെയ് മാസത്തിലും തുക വിതരണം നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലെ തുക കൂടി ചേർത്ത് ഇപ്പോൾ 2 ഗഡുക്കൾ, അതായത് 2000 രൂപയോളം കുടിശ്ശികയായിട്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ലക്ഷക്കണക്കിന് ആളുകൾ അക്കൗണ്ടുകൾ പരിശോധിക്കുമ്പോൾ നിരാശരാകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഈ ഒരു പദ്ധതി മുൻപ് ഭരണത്തിലുണ്ടായിരുന്ന LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പ്രഖ്യാപിച്ച് നടപ്പിലാക്കാൻ തുടങ്ങിയ ഒന്നാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് പുതിയ സർക്കാർ UDF സർക്കാർ അധികാരത്തിൽ വന്ന സാഹചര്യത്തിൽ ഈ പദ്ധതി പൂർണ്ണമായിട്ടും നിർത്തലാക്കിയോ അതോ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറികളൊക്കെ നടന്നിട്ടുണ്ടോ എന്ന രീതിയിലൊക്കെ തന്നെ വലിയ തോതിലുള്ള സംശയങ്ങളും പ്രചരണങ്ങളും ഒക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ പരക്കുന്നുണ്ട്. മുൻപ് നിലവിലിരുന്ന ഒരു ജനക്ഷേമ പദ്ധതി പുതിയ സർക്കാർ വരുമ്പോൾ അത് തുടരുമോ എന്നുള്ള ആശങ്ക സാധാരണക്കാർക്ക് ഉണ്ടാകുന്നത് അത് സ്വാഭാവികമാണ്. എന്നാൽ ഏറ്റവും പുതിയ ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ പ്രകാരം ഈ പദ്ധതി സർക്കാർ യാതൊരു കാരണവശാലും നിർത്തലാക്കിയിട്ടില്ല. മറിച്ച് പുതിയ സർക്കാരിൻ്റെ നയങ്ങൾക്കനുസരിച്ച് ഈ പദ്ധതിയെ കൂടുതൽ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ചില ഭരണപരമായിട്ടുള്ള തടസ്സങ്ങളും അതോടൊപ്പം തന്നെ കാലതാമസങ്ങളും മാത്രമാണ് ഇപ്പോൾ ഈ തുക മുടങ്ങാനായിട്ട് ഇടയാക്കിയിട്ടുള്ളത്. ഇനി എപ്പോഴായിരിക്കും ഈ തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുക എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അത് തീർച്ചയായിട്ടും വരാനിരിക്കുന്ന സംസ്ഥാന ബജറ്റുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ തന്നെ, അതായത് ജൂൺ മാസം 19-ാം തീയതിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ ബജറ്റ് അവതരണം ഉണ്ടാവുക. ഈ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ തുക വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വലിയൊരു വ്യക്തത പുറത്തു വരിക. ഒരു വർഷത്തേക്ക് ഈ പദ്ധതി സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എത്ര കോടി രൂപ ആവശ്യമായിട്ട് വരും എന്ന് കണക്കാക്കി അതിനുള്ള പ്രത്യേക അലോക്കേഷൻ അത് ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ബജറ്റിൽ വകയിരുത്തേണ്ടതായിട്ടുണ്ട്. ഈ തുക മാറ്റിവെക്കുന്നതോടൊപ്പം തന്നെ നിലവിൽ BPL റേഷൻ കാർഡ് ഉള്ളവർക്ക് പുറമെയായിട്ട് APL കാർഡുകളിലെ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരെ കൂടി ഈ ഒരു പദ്ധതിയിലേക്ക് പുതുതായിട്ട് ഉൾപ്പെടുത്തുമോ എന്നുള്ള കാര്യത്തിലും ഈ വരുന്ന സംസ്ഥാന ബജറ്റിലൂടെ മാത്രമേ പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. അതുമാത്രമല്ല, ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 1000 രൂപ എന്ന നിരക്കിൽ മാറ്റം വരുത്തി തുക വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ എന്ന കാര്യവും സർക്കാർ ഇപ്പോൾ സജീവമായി തന്നെ പരിഗണിക്കുന്നുണ്ട് എന്നാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. മാനദണ്ഡങ്ങളിലൊക്കെ തന്നെ മാറ്റം വരുന്നത് കൊണ്ടും അതോടൊപ്പം തന്നെ പുതിയ ആളുകളെയൊക്കെ തന്നെ ഉൾപ്പെടുത്തുന്നത് കൊണ്ടുമാണ് ബജറ്റ് വരെ കാത്തിരിക്കാനായിട്ട് ധനവകുപ്പ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം ഏപ്രിൽ മാസത്തിലെ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനായിട്ട് മുൻപ് തന്നെ പ്രത്യേക ഉത്തരവുകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ബജറ്റിന് മുൻപ് തന്നെ ഒരു ഗഡുവായിട്ടുള്ള 1000 രൂപ അക്കൗണ്ടുകളിലേക്ക് വരാനുള്ള ഒരു ചെറിയ സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അടിയന്തര വിതരണം അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ വകുപ്പുകളിൽ നിന്നുമൊക്കെ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വിവരം കൃത്യസമയത്ത് തന്നെ നിങ്ങളെ വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും. നിലവിലിപ്പോൾ അപേക്ഷ അംഗീകരിക്കപ്പെട്ട 16 ലക്ഷത്തിലധികം വരുന്ന വീട്ടമ്മമാരെ നിരാശപ്പെടുത്തുന്ന യാതൊരു തീരുമാനവും പുതിയ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ നിലവിൽ അപേക്ഷ സമർപ്പിച്ച് അംഗീകാരം, അതായത് അപ്രൂവൽ ലഭിച്ചിട്ടുള്ള മുൻഗണനാ റേഷൻ കാർഡ് ഉടമകളായിട്ടുള്ള 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാ സ്ത്രീ ഗുണഭോക്താക്കളും ഈ താൽക്കാലികമായിട്ടുള്ള കാലതാമസം ഒരു പ്രധാന അറിയിപ്പായി തന്നെ മനസ്സിലാക്കുക. തുക മുടങ്ങിപ്പോയി എന്ന് കരുതി ആരും പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. സംസ്ഥാന ബജറ്റോടെ തന്നെ പദ്ധതി പുതിയ മാറ്റങ്ങളോടുകൂടി തിരികെ വരുന്നതായിരിക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. മാത്രമല്ല, ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. തുക വിതരണം ആരംഭിക്കുന്ന മുറയ്ക്ക് ബാങ്ക് അക്കൗണ്ടുകൾ എങ്ങനെ പരിശോധിക്കണം എന്നടക്കമുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ തന്നെ നിങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഏതായാലും ഗവൺമെൻറ്റിൻ്റെ ഇത്തരം ക്ഷേമ പദ്ധതികളെക്കുറിച്ചും പൊതു അറിയിപ്പുകളെക്കുറിച്ചുമൊക്കെ തന്നെ
യാതൊരു രീതിയിലും തെറ്റായിട്ടുള്ള പ്രചരണങ്ങളിൽ വീട് പോകാതെ കൃത്യസമയത്ത് അപ്ഡേറ്റുകളൊക്കെ തന്നെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാവരും ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.